ശ്രീ ഫക്രുദ്ദീൻ, ഈ ഇന്നത്തെ കേരളത്തിലെ പ്രധാന പത്രങ്ങളുടെ ആദ്യ പേജിലൂടെ കേരളത്തിലെ പത്രവായനക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കി മാറ്റുകയാണ് ചെയ്തത്. പരസ്യമാകാം, പക്ഷേ ഇത്തരത്തിലാകരുതല്ലോ. രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പരസ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നാട്ടുകാർക്ക് വേണം. പരസ്യം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ സുനിത പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന CBI ഡയറി കോപ്പ് എന്ന് വന്നിട്ട് കൊടുക്കുന്ന പരസ്യം എന്നല്ല. പരസ്യം പല രൂപത്തിൽ, ന്യൂസിൽ വരെ പരസ്യം വരാം, ഡിസ്കഷൻസിൽ വരെ പരസ്യം വരാം. ഞാനൊക്കെ ചിലതൊക്കെ ഞാൻ പൊതുവേ ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. പലപ്പോഴും ചില കമ്പനികളുടെ പേര് അറിയുമ്പോൾ എനിക്ക് തന്നെ പേടിയാണ്. ഇപ്പം ഞാൻ വല്ല കാശും മേടിച്ചിട്ടാണ് പറയുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, നമ്മൾ ഉപയോഗിക്കുന്ന കാറ്. അപ്പോൾ പരസ്യത്തിൻ്റെ രൂപം അത് നാട്ടുകാർ മനസ്സിലാക്കണ്ടേ? നാട്ടുകാരുടെ കുഴപ്പമല്ലേ? പരസ്യത്തെ പരസ്യമായി മനസ്സിലാക്കാൻ പറ്റണം. പുതിയ കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റീസ് മനസ്സിലാക്കണം. പുതിയ കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇസ്ലാമോ ഫോബിയ, ഹിന്ദു ഫോബിയ എന്ന് പറയലല്ല. മനസ്സിലായില്ല? അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഏത് രൂപത്തിൽ. ഇപ്പം നിങ്ങൾ പുതിയ കുട്ടികളെടുത്തു കാമുകന്മാരൊക്കെ വളരെ കുറവ്. നിങ്ങൾ കൊണ്ട് പ്രേമിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ഭാര്യയാക്കണ്ട. ഇപ്പം അതില്ല. ഇപ്പം ബെസ്റ്റിയാണ് തോന്നുന്നത്. ബെസ്റ്റി എന്ന് വെച്ചാൽ കാമുകിയുടേതായി, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ മോളുമാണ്. അതായത് കാമുകനാവാം, ഫ്രണ്ടാവാം, അങ്ങനെയാണ്. കാമുകിയാണോ എന്ന് ചോദിച്ചാൽ കാമുകിയല്ല. അപ്പം നമ്മൾ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ലവറാന്ന് അച്ഛനെ ചോദിച്ചാൽ ഹീസ് മൈ ബെസ്റ്റി. അപ്പം അച്ഛന് സമാധാനം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മുടെ ബന്ധം. നമ്മുടെ നാട്ടിൽ ആ രീതിയിൽ മാറ്റം വന്നത്. അത് മനസ്സിലാക്കാനുള്ള സെൻസും സെൻസിബിലിറ്റിയും, മമ്മൂട്ടിൻ്റെ ഭാഷ പറയുന്ന സെൻസിറ്റിവിറ്റിയും നമ്മുടെ നാട്ടുകാർക്ക് ഇല്ലാതെ പോയതിൻ്റെ പ്രശ്നമാണ്. വലിയ ബുദ്ധിജീവികൾ വരെ തെറ്റിദ്ധരിച്ചല്ലോ. പക്ഷേ ഈ പുതിയ തലമുറ പത്രം വായിക്കത്തില്ല, അതുകൊണ്ട് ദേ ഡോണ്ട് കെയർ അബൌട്ട്. ഇപ്പോൾ പുതിയ പിള്ളേരോട് നമ്മളിപ്പോൾ ചാനലിലൊക്കെ വന്ന് അത്യാവശ്യം ആളുകൾ അറിയാലോ. പിള്ളേരോട് ചോദിച്ചാൽ ഇവർക്ക് നമ്മളൊന്നും ഒരു പരിചയമില്ല. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഒരു പ്രായത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ അത്യാവശ്യമൊക്കെ അറിയാം. പുതിയ കുട്ടികൾക്ക് അറിയില്ല, അവരുടെ ലോകമല്ലത്, അവരുടെ വേറെ ലോകമാണ്. അവർ ദേ ഡോണ്ട് കെയർ അബൌട്ട്. മനസ്സിലായില്ലേ? മൈക്കിൾ ജാക്സന്റെ പാട്ട് പോലെയാണ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് us. അപ്പോൾ പുതിയ തലമുറ അല്ല ഈ പത്രം വായിക്കുന്ന ആരാ? പണ്ടത്തെ ആളുകളാണ്. പണ്ടത്തെ ആളുകൾ എന്ന് വെച്ചാൽ പൊതുവേ ഇപ്പം ഏറ്റവും പ്രായം നമ്മളെ തൊട്ടുമുള്ള തലമുറ നമ്മുടെ തലമുറയിലാണ്. അപ്പം നമ്മുടെ തലമുറയിലുള്ള ആളുകളെങ്കിലും ഇത് മനസ്സിലാക്കണം. സത്യാനന്തര കാലഘട്ടത്തിൽ എങ്ങനെയാണ് ന്യൂസും പരസ്യമൊക്കെ പരസ്പരം മാറുന്നത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അവൾ മുമ്പ് മീഡിയ പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അവൾ എന്നോട് വന്ന കാര്യമുണ്ട്, എടാ മീഡിയ പേഴ്സൺ ആയിരുന്നാൽ ഈ പറഞ്ഞ പോലെ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ അവിടെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 60% ഇമാജിനേഷൻ ആണല്ലോ. ഇവിടെ അത് തന്നെ 60% ഇമാജിനേഷൻ. അപ്പോൾ സ്വരാജ് ഇങ്ങനെ സത്യാനന്തര കാലഘട്ടത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ മിനിമം ഇടതുപക്ഷക്കാർക്കെങ്കിലും അത് മനസ്സിലാകണം. അങ്ങനെ ഈ അബദ്ധം പറ്റില്ലല്ലോ. അതാണ്. അതുകൊണ്ട് ഞാനിത് പത്രമാധ്യമങ്ങളല്ല കുറ്റം പറയും. കാലം പറയും. പണ്ടത്തെ ഒരു പത്രം എങ്ങനെ കളർ പേജ് ഉണ്ടാവുകയായിരുന്നു. ഈ രീതിയിൽ ഇന്നസെൻ്റ് ജയിച്ച സമയത്ത് അടിച്ചു മോളെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പിന്നെ ഹെഡിങ് വരിക ഇല്ല. അപ്പോൾ അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നിൽക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ആളുകൾക്കെതിരെ ഗോസിപ്പും ടാർണിഷ് ചെയ്യാനും ബുള്ളി ചെയ്യാനും ശ്രമിക്കുന്ന ആളുകൾ വിജയിക്കുന്നത്. കാരണം നിങ്ങൾ പല ഇപ്പോൾ യൂട്യൂബ് ചാനലുകളൊക്കെ ഹെഡിങ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും പുലബന്ധം പോലും ഉണ്ടാവും. ഇപ്പം ഞാനിപ്പം പറയാണ്, നരേന്ദ്രമോദി മാറി അമിത്ഷാ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. സാധാരണ സഭ ന്യൂസ് എന്താ ഹെഡിങ് എന്തായാലും കൊടുക്കുക, നരേന്ദ്രമോദി അമിത്ഷാ വെട്ടി. അപ്പോൾ മൊത്തത്തിൽ ഹൈപ്പാണ്. ഉദാഹരണം എനിക്ക് വരയ്ക്കാൻ പറ്റിയ അബദ്ധമാണത്. ഞാനൊരിക്കലും എന്തോ ചർച്ചയ്ക്ക് പോയ സമയത്ത് അങ്ങനെ ഇതുപോലെ ഇന്നിപ്പം ഭയങ്കര ക്ഷീണിച്ച് രാവിലെ തന്നെ ഓട്ടമായിരുന്നു. പിന്നെ എനിക്ക് ചെറിയായിട്ട് ജലദോഷം പനിയുണ്ട്. ഞാൻ ഒരു ഗുളിക ഓടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഈ ക്ഷീണിച്ചവർക്ക് നല്ല കള്ളുടിയന്മാരെ കണ്ട് ശീലിച്ച ആൾ കള്ളുടിയൻ്റെ ലുക്കായിരിക്കും. ഞാനിപ്പോൾ സൗണ്ട് എടുത്ത് കുറച്ചുകൂടി സൗണ്ട് ഉയർത്തി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് വലിയും. കാരണം വെച്ചാൽ എനിക്ക് കഫമുണ്ട്. ഇതൊന്നും അപ്പുറത്ത് നിൽക്കുന്നവൻ കാണില്ല. അപ്പോൾ ഞാനിത്രയും നിങ്ങൾ സ്വാഭാവികമായി സംസാരിച്ച് നിങ്ങളെന്താ പ്രയോഗിച്ച് ഞാൻ വലിഞ്ഞ് അതിടെ പോടെ എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രം കട്ട് ചെയ്തിട്ട് കള്ള് കുടിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് നിരീക്ഷകൻ അല്ലെങ്കിൽ വേറെ എടുത്താൽ അതിൻ്റെ താഴെ അവൻ കള്ളല്ല വേറെന്താ സ്റ്റാമ്പോ എന്തൊക്കെ സാധനമുണ്ട്. അമ്മമാർക്ക് ഇതൊക്കെ അറിയില്ല, നമുക്കറിയില്ല. ഇത്രയും ഫുങ്ങുന്ന ഗതിയുണ്ട്. എനിക്കറിയില്ല, എപ്പോഴും എനിക്കറിയില്ല എന്താ ഫുങ്ങ്. അപ്പോൾ ആ രീതിയിൽ ഇതെല്ലാം തന്നെ അർദ്ധസത്യങ്ങളോ വ്യാജമോ ആണെന്ന് തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സാക്ഷരത നമുക്ക് വേണം, ഡിജിറ്റൽ സാക്ഷരത. അതില്ലാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
അതുകൊണ്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ രണ്ടുപേര് പ്രണയിക്കുന്നു. പ്രണയിച്ചിട്ട് മിക്കവാറും പെമ്പിള്ളേരാണ് ഇതിനിരയാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ഒരു കൊലപാതകം നടന്നല്ലോ. ആ സ്ത്രീ മേടിച്ചു എന്തായിരുന്നു, ഇവരെ മുമ്പ് ചാറ്റ് ചെയ്തിരുന്നു. അതിപ്പം പുറത്ത് വിടും എന്നുള്ള പേടിയായിരുന്നു. പുറത്ത് വിട്ടാൽ എന്താ കാര്യം? രണ്ടുപേര് അഡൽട്ടായിട്ട് രണ്ടുപേര് കഴിയുമ്പോൾ ചാറ്റ് ചെയ്യുന്നു, സ്വാഭാവികമാണ്. അതിനെന്തിനെ പിന്നെ എത്രയും ഭയക്കേണ്ട ആവശ്യം? ആ ഭയം മുതലെടുത്താണ് ആ സ്ത്രീ അവൻ കൊന്നു കളഞ്ഞത്. ഇനി അതുമല്ല, ഇല്ലാത്തത് ഉണ്ടാക്കും. പലപ്പോഴും ഞാൻ ഏതോ യൂട്യൂബ് ചാനലിൽ മലയാള മനോരമൻ്റെ അതേ രീതിയിൽ ഹെഡിങ് ഒക്കെ അടിച്ചിട്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചു ന്യൂസുണ്ട് മുമ്പ് സരിതാ സമയത്ത്. അപ്പോൾ സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. പക്ഷേ ആളുകളെ വിശ്വസിച്ച ആളുകളുണ്ട്. അതിന് അതിൻ്റെ താഴെ ഉമ്മൻചാണ്ടി അവനത് കിട്ടണം, ലീഡറിന് പണി കൊടുത്താലേ താഴെ കമൻറ്റും. അപ്പം കുഴപ്പം നമ്മളുടേതാണ്, അവരുടേതല്ല. അപ്പോൾ പുതിയ കാലത്ത് അവർക്ക് പരസ്യം കിട്ടാൻ വേണ്ടി അവർ പല രീതികളും നമ്മളത് മനസ്സിലാക്കണം. എന്താണ് അത് ആഴത്തിലിരുന്ന് വായിച്ച് നോക്കണം. അതിന് പോസിറ്റീവ്. ഇപ്പോൾ എന്നോട് രാവിലെ ഒരാൾ വിളിച്ചു തന്നു, ആരാ വിളിച്ചു അല്ല ഒരാൾ രാവിലെ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ട് സംസാരിച്ചു. നമ്മളോട് സാധാരണ ഡിജിറ്റൽ കറൻസി നിരോധിക്കാൻ പോകും. ഞാൻ അത് പോസിബിൾ അല്ലത്. കാരണം വെച്ചാൽ മോഡി ഏറ്റവും കൺസേൺഡ് ആയിട്ടുണ്ട് റൂറൽ ഇന്ത്യനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ ഗ്രാമീണ ഇന്ത്യ, അതാണ് മോഡിയുടെ മെയിൻ കൺസേൺ. അവിടെ ഇപ്പോഴും ഡിജിറ്റൽ ലിറ്ററസി പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. കേരളം പോലുള്ള സൊസൈറ്റിയിലൊക്കെ ഓക്കെ. ഇപ്പോൾ നോട്ട് നിരോധനം വന്നുകൊണ്ടാണ് ഞാനൊക്കെ ഗൂഗിൾ പേ എടുത്തത്. ഞാനൊന്നും ഈ സാധനം എടുക്കില്ല. അപ്പോൾ അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആ ഒരു ഘട്ടത്തിലെത്താൻ അമിത്ഷായുടെ തന്നെ ഭാഷ വന്ന് ഇനിയൊരു 15 വർഷമെങ്കിലും 25 വർഷമാണ് മൂപ്പർ പറഞ്ഞത് മാറ്റം കൊണ്ടുവരെ. 15 വർഷം ഇനി. ഇപ്പോൾ മോഡി 10 വർഷം ഭരിച്ചല്ലോ. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ നമുക്ക്? പക്ഷെ ജനം ഇത് മുൻപ് കാണുന്നുണ്ട്. ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ഇതുവരെ ഇത് മുതലെടുത്തതെന്നുള്ളതാണ്. അതൊക്കെ പരസ്യത്തിൻ്റെ തന്ത്രം. പരസ്യം ചെയ്യുന്നവരങ്ങനെ പലതും ചെയ്യും. ഇപ്പം ചില ചരിത്രം ചില വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോളോ ആരോ ഒന്നിൻ്റെ കൊടുത്തിരുന്നു, കോഴിക്കോടെന്ന് തോന്നുന്നു. മാർക്കോ പോളോ വരുന്നതിന് വിപിൻ ബദൂത്തൊക്കെ കേരളത്തിൽ വന്നു. ഇതിൽ 60 സഞ്ചാരികൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വിചാരിക്കും, നമ്മൾ വിചാരിക്കും മാർക്കോ പോളോയാണ്, അത് വാസ്കോഡ ഗാമനെ പറ്റി. മാർക്കോ പോളോയാണ് കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയെന്ന രീതിയിൽ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. പക്ഷേ പരസ്യ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ. മാർക്കോ പോളോ ഇന്റർനാഷണൽ ഫിഗർ, ഇബിൻ ബദൂത്ത് ഇന്റർനാഷണൽ ഫിഗർ ആണെന്ന് വെച്ചാൽ ആണ്. പക്ഷേ ഇബിൻ ബദൂത്ത് മുസ്ലിം നിൽക്കുമ്പോൾ ആൾക്കൊരു ആവേശം ഉണ്ടാവും, മാർക്കോ പോളോ നിൽക്കുമ്പോൾ ആവേശം ഉണ്ടാവുകയാണ്. അപ്പോൾ വാൻ ഹുസൈൻ ഷർട്ട് ഹുസൈൻ എന്നുള്ളതുകൊണ്ട് മുസ്ലിം വന്ന് വിചാരിച്ച് മേടിക്കാത്ത ആളുകൾ എനിക്കത്. അതെനിക്ക് ആദിത്യമുള്ള ഗ്രൂപ്പിൻ്റെ തോന്നുന്നത്, മാൻ ഹുസൈൻ. അത് ഹുസൈൻ എന്നുള്ളത് മുസ്ലിം വന്ന് വിചാരിച്ച് മേടിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഈ പരസ്യ നിർമ്മാതാക്കൾ അങ്ങനെ മുതലെടുക്കും. ഇവിടെ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ റിസീവിങ് എൻഡിൽ ആരാണ്? നമ്മൾ. അപ്പം നമ്മളതറിയാൻ ബാധ്യസ്ഥരാണ് അല്ലേ? നമ്മൾ ഈ പറയുന്ന ടോയ്ലറ്റിൽ ഇരുന്ന് ഫോണും നോക്കി അതിനോടൊക്കെ ലൈക്കും ഷെയറും ഓരോരുത്തന്മാരോ ഫോർവേഡ് ചെയ്യും. രാവിലെ അവന് കണ്ണ് നോക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്തേക്കും ഈ സാധനം കൊണ്ടാണ് ടോയ്ലറ്റിൽ പോവുക. എന്നിട്ട് അവിടെ കുത്തി ഇരുന്നിട്ട് ഇപ്പം നിങ്ങളൊരു സാധനം ഫോർവേഡ് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ നോക്കി എന്താണെന്ന് പോലുമല്ല. നമ്മളെ കൂട്ടത്തിൽ ഉള്ള ആരാണ് പറയുക, നമ്മളെ കൂട്ടത്തിലുള്ള നന്ദു പറയുക. അപ്പം നന്ദുവിനെ പറ്റി ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു. ഞാൻ എന്താ നല്ല ലൈക്ക് ചെയ്യാൻ വായിക്ക് പോലും ചെയ്യല. ഇങ്ങനെ പിന്നെ നന്ദു കേസ് കൊടുത്ത് കോടതി പോകും. വായിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മളെ പ്രശ്നം, നമ്മളത് മാറ്റണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പണ്ട് ഈ പോസ്റ്റ് മോഡേൺസ് ഉണ്ടല്ലോ, പോസ്റ്റ് മോഡേൺസ്, നിങ്ങൾക്ക് എന്താ സംഭവം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാധനമാണ് പോസ്റ്റ് മോഡേൺസ്. ബുദ്ധിജീവികളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക. ഈ പോസ്റ്റ് മോഡേണിസം ഒരു ഭയങ്കര ഉടായ്പാന്ന് തെളിയിക്കാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേർണലുണ്ട്, അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്, ലാൻസെറ്റ് അങ്ങനെ തന്നെ പേര്. ഇതിൽ ഇയാൾ ഇതുപോലെ ഇതിൻ്റെ അതേ മെത്തഡോളജി ഒക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ലേഖനം എഴുതി. ഇത് പിയർ റിവ്യൂഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് അയാളെ എഴുതിയ ആൾ അതേ തന്നെ കാലിബർ അല്ലെ അതിലും കൂടുതൽ കാലിബറുള്ള ആളുകൾ നോക്കുന്നതാണല്ലോ പിയർ റിവ്യൂ എന്ന് പറയും. ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ വലിയ പ്രശ്നം പിയർ റിവ്യൂഡ് അല്ല എന്നുള്ളത്. ഇതിപ്പം ഗോവിന്ദൻകുട്ടീനായതുകൊണ്ട് ഗോവിന്ദൻകുട്ടി അദ്ദേഹം ബോധം വീരുള്ള ഗോവിന്ദൻകുട്ടി നോക്കും, കുത്തിയോടൊന്നും ഒരു വഴി കൂടുതൽ മുമ്പ് ഉപയോഗിക്കില്ലല്ലോ. പക്ഷേ പൊതുവേ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് ഈ പറയുന്നതിൻ്റെ മാതിരി അടിച്ച് വിടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തന്നെ ലേഖനം എഴുതി കൊടുത്ത് അവർ പിയർ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് പബ്ലിഷ് ചെയ്ത ശേഷം ആകുമ്പോൾ ഞാൻ എഴുതിയ മൊത്തം മണ്ടത്തര, അതിലൊരു കാമ്പുമില്ല, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ആ ഒരു കാലഘട്ടമാണ്. നമ്മളത് ആ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചേക്കണം. നമ്മളെയൊക്കെ മനസ്സെന്ന് വെച്ചാൽ ഇപ്പോഴും കിടക്കുന്നത് 80s 90s നമ്മളെ കാലഘട്ടം. ഇപ്പോൾ എനിക്ക് കമൽ സാറിനോട് ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് കമൽ സാറിനെ എനിക്ക് അത്യാവശ്യം നല്ല ബന്ധമുണ്ടായി. അപ്പോൾ കമൽ സാറിനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞിങ്ങനെ എന്തോ അമേരിക്ക ഇന്ത്യ തന്നെ കമ്പാരിസൺ. നമ്മൾ സാറിന് 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട് ഏതാണ്ട് അമേരിക്ക പോലെ ആവും. സാറിനോട് അറിയാം ഇനിയും 100 വർഷം എടുക്കും. സാർ പറഞ്ഞത് ശരിയാണ്.
ഞാൻ പറഞ്ഞ പോലെ 20 വർഷം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെ വന്നു. പക്ഷെ നമ്മുടെ മനസ്സിപ്പോഴും മാറിയിട്ടില്ല. നമ്മുടെ മനസ്സേ അതിപ്പോഴും മാറിയിട്ടില്ല. അതിപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരു ഫേസ്ബുക്ക് ആളുകളെ ഞാൻ പറയും, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ആളുകൾക്ക് പേടിയാണ്. ഇപ്പോൾ ഒരു ഓഫീസിൽ പോയ കൂടുതൽ ഹിന്ദുസ് ഉള്ളൊരു ഓഫീസ്, ഒരു മുസ്ലിം കുട്ടി ഒരു കമൻ്റ് ഇട്ടു, ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിം ആയതുകൊണ്ട് എന്നെ അവഗണിക്കും. ആളുകൾ മൊത്തം പേടിക്കും. എനിക്കതേ പേടിച്ചത്. ഈ മിഡിൽ ക്ലാസ്സിനെ പേടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകൾ എന്ത് സംസാരിക്കും എന്നെ പറ്റി ഒരു യുഗം സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന് മഞ്ജു വാര്യർ മറ്റേ സിനിമ ഉണ്ടല്ലോ, അതാണ് മഞ്ജു വാര്യർ കമ്പാക്ക് സിനിമ ഉണ്ടല്ലോ, പിന്നെ ഓഷൻ ആൻഡ്രൂസിൻ്റെ സിനിമ, 16 വയസ്സ് 24 വയസ്സിന് അതൊക്കെ തമിഴിൽ വന്ന് ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പാട്ടൊക്കെ ഉള്ള മഞ്ജു വാര്യരും കുഞ്ചാക്കോവനും കൂടിയുള്ളൊരു പടം, പേര് ഞാൻ മറന്നു. അപ്പോൾ ആ സിനിമയിൽ മഞ്ജു വാര്യർ ഇതുപോലെ ഒരു തരത്തിലുള്ള അറ്റാക്കിന് വിധേയമാകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് തിരിച്ച് ഒരു കൗണ്ടർ അങ്ങോട്ടാണ്. അതോടുകൂടി എല്ലാം ഫ്ലാഷാണ്. അങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ മനോരമ വളരെ ബുദ്ധിമാന്മാരാണ്. അവർ ആ പരസ്യമുള്ള പേജിൽ തന്നെ ആ പത്രത്തിനോടൊപ്പം തന്നെ നമ്മൾ വർഷവും കൊടുക്കുമല്ലോ. മലയാള മനോരമ 2050 ജനുവരി 24 എന്ന് കൊടുത്തു. ആ 50കളിൽ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും എന്നുള്ള അല്ല, ചായന ബുദ്ധി കുറച്ചുകൂടി കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ, പ്രായോഗിക ബുദ്ധി. റിപ്പോർട്ടറിലെ അരുൺകുമാറിന് പറ്റിയ അബദ്ധം രാവിലെ പത്രം മുഴുവൻ അങ്ങ് വായിച്ചു. പക്ഷെ അരുൺ നമുക്ക് അറിയാവുന്ന ആളാണ്. അരുൺ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അരുണിനെ സംബന്ധിച്ച് വന്നപ്പം രാവിലെ ആ ആംബിയൻസ് പെട്ടെന്ന് കിട്ടിയപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ ആയിരിക്കും. അരുൺ അങ്ങനെ പറ്റേണ്ട ആവശ്യമില്ല. കാരണം അരുൺ നമുക്കറിയാം. അരുണിന് പല കാര്യത്തിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ബോധം വീരമുള്ള ആളാണ് അരുൺ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.